സ്നേഹമുള്ളവരെ, ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. പ്രസിദ്ധ പ്രോട്ടസ്റ്റന്റ് സുവിശേഷ പ്രവർത്തകയായ മേരി ക്ലെയർ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്നതായ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. അവരൊരു ഹോട്ടലിൽ ജീവനക്കാരിയായി ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു ബാലൻ അവരുടെ ഹോട്ടലിൽ വന്ന് ഐസ്ക്രീമിന്റെ വില അന്വേഷിച്ചു. അവർ പറഞ്ഞു 15 രൂപ. ബാലൻ അവന്റെ പോക്കറ്റിൽ പരിധി നോക്കി അല്പം നിരാശയോടുകൂടി അവൻ അടുത്ത ഐസ്ക്രീം അല്പം കൂടി ചെറുത് അതിന്റെ വില ചോദിക്കുകയാണ്. അവർക്ക് അരിശം വന്നു. എങ്കിലും പറഞ്ഞു 12 രൂപ. ആ ബാലൻ പറഞ്ഞു അത് മതി. ആ ബാലൻ സംതൃപ്തിയോടുകൂടി ആ ഐസ്ക്രീം ഭക്ഷിച്ച് അവിടെ നിന്ന് പോയി. പിന്നീട് ഐസ്ക്രീം കഴിച്ച് ആ പാത്രം എടുക്കാനായിട്ട് അവർ ചെന്ന ആ സമയത്ത് ആ പാത്രത്തിന്റെ അരികിൽ വളരെ കൃത്യമായി 3 രൂപ ടിപ്പ് വച്ചിരിക്കുന്നത് അവർ കാണുകയുണ്ടായി. അവരുടെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പോൾ അവർ ഇപ്രകാരം കുറിച്ചു: ഐ മെറ്റ് ജീസസ് ഇൻ ദ ഹോട്ടൽ ബട്ട് ഐ ലോസ്റ്റ്. ഞാൻ ആ ഹോട്ടലിൽ വെച്ച് എന്റെ ഈശോയെ കണ്ടു, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, അഹന്തയുടെയും അതുപോലെ തന്നെ ശ്രേഷ്ഠതാ മനോഭാവത്തിൻ്റെതുമൊക്കെയായ അഹങ്ങൾ വളരെയേറെ ഇന്ന് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ കാലത്ത് സ്വയം ശൂന്യമാകലിന്റെ, കാലുകഴുകലിന്റെ, എളിമപ്പെടലിന്റെ ഒരു സന്ദേശം ഈ പെസഹ തിരുനാൾ നമ്മൾക്ക് നൽകുകയാണ്. തന്റെ ശ്രേഷ്ഠതയുടെ ചുവന്ന മേലങ്കി മാറ്റിവെച്ചുകൊണ്ട് കാല് തുടയ്ക്കുന്ന, താഴ്ന്ന് കുനിഞ്ഞ് പാദങ്ങളോളം എത്തുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമയായി തീരുമ്പോൾ ഈ പെസഹ നമ്മുടെയും പെസഹയായി തീരുകയാണ്. ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ ഈ എളിമയുടെയും കുനിഞ്ഞു നിൽക്കലിന്റെയും അടിമകൾ പോലും ചെയ്യുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നതായ പാദം കഴുകലിൻ്റെതുമൊക്കെയായ മനോഭാവങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെ നാഥനായ യേശു ഇന്ന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്ന ഈ സന്ദർഭം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെസഹ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.